ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. 20ഓളം ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം നമുക്ക് കളയേണ്ട, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രണ്ട് മീഡിയത്തിലുള്ള ക്വസ്റ്റ്യനും എടുത്തിട്ടുണ്ട്. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ക്രീനിൽ ചിലപ്പോഴും കൂടുതൽ എഴുതേണ്ടി വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുക. എങ്കിലും അതിൻ്റെ മലയാളത്തിലുള്ള ചോദ്യങ്ങളൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ആദ്യത്തെ ചോദ്യം, ഹെലൻ ഈസ് 41 years old and her daughter is 9 years old. How many years from now will Helen be 3 times as old as her daughter? അതായത് മലയാളത്തിൽ നോക്കിയാൽ, ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാകും? അപ്പോൾ ഇവിടെ ഹെലനും അദ്ദേഹത്തിൻ്റെ ഡോട്ടറും മകളും, അവർക്ക് 41 വയസ്സും ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷനിൽ നിന്ന് ഈ ഒരു ചോദ്യം നമുക്ക് എടുത്ത് ചെയ്താൽ വളരെ എളുപ്പമാണ്. ഇപ്പം 9ൻ്റെ കൂടെ 7 കൂട്ടുക, അപ്പോൾ 16 ആവും. 41ൻ്റെ കൂടെ 7 കൂട്ടുക, അപ്പോൾ 48 ആകും. 16ൻ്റെ 3 ഇരട്ടി പ്രായം മകളുടെ 3 ഇരട്ടി പ്രായം അമ്മയ്ക്ക് വന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് എക്സും വൈ ഉപയോഗിച്ച് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരിക്കലും ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എക്സും വൈ ഉപയോഗിച്ച് ചെയ്യാനും മാത്രമുള്ള കാര്യമൊന്നും ഇതിനകത്തിലില്ല. ഈ 4 ഓപ്ഷൻസ്, ഈ 3, 5, 7, 9 ഒന്ന് ഇട്ട് നോക്കിയാൽ പോരെ. സോ അതായിരിക്കും ഈ ചോദ്യത്തിന് എളുപ്പം. ഇനി അല്ല നിങ്ങൾക്ക് എക്സ് വെച്ച് ചെയ്യണമെങ്കിൽ ഹെലനും ഹെലൻ്റെ ഡോട്ടറും, ഹെലന് ഇപ്പോൾ 41 വയസ്സ്, മകൾക്കിപ്പോൾ 9 വയസ്സ്. എക്സ് വർഷം കഴിയുമ്പോൾ 3 ഇരട്ടി ആവണമെന്ന് വിചാരിക്കുക. അപ്പോൾ 41 + x 9 + x is equal to 3 ഇരട്ടി ആവണം. ഹെലനും ഡോട്ടറും 3 ഇരട്ടി ആവണം. സോ 3:1. അപ്പോൾ നമ്മൾ 41 + x ഡിവൈഡഡ് ബൈ 9 + x. കാരണം എന്താ, a:b എന്ന് പറഞ്ഞാൽ a/b ആണ്. അപ്പോൾ 3/1. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 41 + x is equal to 9 × 3 27 + 3x എന്ന് കിട്ടും. അപ്പോൾ 3x x കുറച്ച് കഴിയുമ്പോൾ 2x എന്ന് കിട്ടും. 27 41 തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടും? 14. 2x 14 ആണെങ്കിൽ x എന്ന് പറയുന്നത് 7. ഒരു കാര്യമില്ല ഇങ്ങനെ ചെയ്യേണ്ടേ. നമുക്ക് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയാൽ നമുക്ക് അത്രയും സമയം നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പം. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ഒരു ഗണിത പരീക്ഷയിൽ വിജയ ശതമാനം 87.5 ആയിരുന്നു. ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും? ഇൻ എ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ ദ പാസ് പെർസെൻറ്റേജ് വാസ് 87.5%. If 7 students failed, how many students appeared for the exam? അപ്പോൾ കണക്ക് പരീക്ഷയിൽ 87.5% ആണ് അതിൻ്റെ വിജയ ശതമാനം. അതായത് 100 പേര് എഴുതിയെങ്കിൽ 87% ആളുകൾ ആ പരീക്ഷയിൽ ജയിച്ചു, 7 കുട്ടികൾ പരാജയപ്പെട്ടു. അപ്പം ടോട്ടൽ എക്സാം എഴുതാൻ വന്നത് 100% ആണെങ്കിൽ പാസ്സായവർ എത്രയാണ്? 87.5% ആണ്. അതിൻ്റെ അർത്ഥം ഫെയിലായവർ എത്രയാണെന്നാണ്? ഫെയിലായവർ 12.5% ആണെന്നല്ലേ. അത് നമുക്ക് തന്നിട്ടുണ്ട്. 12.5% എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 7 പേര് പാസ്സായി, ഫെയിലായെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12.5% എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ് അല്ലേ. 12.5% എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പോൾ 12.5% എന്ന് പറയുന്നത് 7 ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താ? ആകെ എത്ര പേര് പരീക്ഷ എഴുതി? ഹൗ മെനി സ്റ്റുഡൻസ് അപ്പിയർഡ് ഫോർ ദി എക്സാം? എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? 12.7 ആണ്. പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം 100% ആയിരിക്കും. എത്ര കിട്ടും? ഈ 12.5-യെ 8 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? 100 കിട്ടുക. 12.5-യുടെ ഇരട്ടി 25, അപ്പോൾ 2 കൊണ്ട് ഗുണിച്ചു. 25-ന്റെ ഇരട്ടി 50, അപ്പോൾ 4 കൊണ്ട് ഗുണിച്ചു. 50-ന്റെ ഇരട്ടി 100, അപ്പോൾ 8 കൊണ്ട് ഗുണിച്ചു. അതായത് ഇരട്ടിയുടെ ഇരട്ടി. 12.5-യുടെ ഇരട്ടി 25, 25-ന്റെ ഇരട്ടി 50, 50-ന്റെ ഇരട്ടി 100. അപ്പോൾ ഇരട്ടിയുടെ ഇരട്ടി 2 × 2 × 2 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ 7-നെയും എന്ത് ചെയ്താൽ മതി? 8 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 7 × 8, 8 × 7 എത്ര? 56 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ശരിയല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. A group of 5 men or 12 women can complete a particular task in 78 days. How long will it take for 5 men and
12 women working together to finish the same task? ചോദ്യം മലയാളത്തിൽ നോക്കിയാൽ 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ നമുക്ക് തൽക്കാലം ഇച്ചിരി എഴുതേണ്ടത് കൊണ്ട് ഞാൻ ഇപ്പുറത്തെ ഇതിലേക്ക് വരാം. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 5 പുരുഷന്മാരാണെങ്കിലും 12 സ്ത്രീകളാണെങ്കിലും 78 ദിവസം വേണം. അപ്പോൾ 5 പുരുഷന്മാർക്ക് എത്ര ദിവസം വേണം? 78 ദിവസം വേണം 5 പുരുഷന്മാർക്ക്. അതേപോലെ തന്നെ 12 സ്ത്രീകൾക്കും 78 ദിവസം വേണം. അപ്പം ഈ 2 ഗ്രൂപ്പിനും, 5 പുരുഷന്മാരെന്ന് പറയുന്ന ഗ്രൂപ്പിനും 12 സ്ത്രീകൾ എന്ന് പറയുന്ന ഗ്രൂപ്പിനും 78 ദിവസമാണ് വേണ്ടത്. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, 5 പുരുഷന്മാർക്ക് തുല്യമായിരിക്കും 12 സ്ത്രീകൾ. അപ്പം ഞാൻ എന്ത് കൺക്ലൂഷനിലെത്തും? 5 men ഈസ് ഈക്വൽ ടു 12 വുമൺ. 12 വുമൺ. അപ്പോൾ 5 പുരുഷന്മാർക്ക് തുല്യമാണ് 12 സ്ത്രീകൾ. ഇവിടെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ 5 men ആൻഡ് 12 വുമൺ. 5 പുരുഷന്മാരുടെ കൂടെ 12 സ്ത്രീകളും കൂടെ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും? 5 പുരുഷൻ, അപ്പോൾ എല്ലാത്തിനെയും ഞാൻ പുരുഷനാക്കുക എന്ന് വിചാരിച്ചു. എല്ലാത്തിനെയും ഞാൻ പുരുഷനാക്കുക. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ 5 പുരുഷന്മാരെന്ന് പറയുന്നതിനെയും 12 സ്ത്രീകളെന്ന് പറയുന്നതിനെയും എല്ലാം ഞാൻ ഒറ്റ യൂണിറ്റിലോട്ട് മാറ്റുക. എല്ലാത്തിനെയും ഞാൻ പുരുഷൻ എന്നുള്ള യൂണിറ്റിലേക്ക് മാറ്റുക. അപ്പോൾ 5 പുരുഷന്മാർക്ക് പകരം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? 5 men പ്ലസ് 12 വുമൺ. അപ്പോൾ 5 men എന്ന് പറഞ്ഞാൽ 5 men തന്നെ, 5 men തന്നെ. 12 വുമൺ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതും 5 men അല്ലേ? 12 വുമൺ എന്തിനു തുല്യമാ? 12 സ്ത്രീകൾക്ക് തുല്യമാണ് 5 പുരുഷന്മാർ. അപ്പോൾ 12 സ്ത്രീകൾക്ക് പകരം എനിക്ക് എന്തെഴുതാം? 5 men എന്ന് എഴുതാം. അപ്പോൾ 5 മെന്നും 5 മെന്നൂടെ കൂട്ടി എത്രയായി? 10 men ആയി അല്ലേ? 10 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. കാരണം 5 സ്ത്രീകളും 12 5 പുരുഷന്മാരും 12 സ്ത്രീകളും ആണ് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? 5 പുരുഷന്മാർക്ക് പകരം 5 പുരുഷന്മാരെന്ന് തന്നെ എടുത്തു. 12 സ്ത്രീകൾക്ക് തുല്യമാണ് 5 പുരുഷന്മാരെന്ന് ചോദ്യത്തിൽ തന്നെ നമുക്ക് വ്യക്തമായി. അപ്പോൾ 5 5 10 പുരുഷന്മാരെന്ന് നമ്മൾ എടുത്തു. നമുക്കറിയാം 5 പുരുഷന്മാർക്ക് 78 ദിവസം വേണമെന്ന് ചോദ്യം തന്നെ പറയുന്നുണ്ട്. 5 പുരുഷന്മാർക്ക് 78 ദിവസം വേണം. 5 പുരുഷന്മാർക്ക് 78 ദിവസം വേണം. നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ? 5 പുരുഷന്മാരും 12 സ്ത്രീകളും. 5 പുരുഷന്മാരും 12 സ്ത്രീകളും എന്ന് പറഞ്ഞാൽ 10 പുരുഷന് തുല്യമാണെന്ന് നമുക്ക് മനസ്സിലായി. 5 പുരുഷന്മാർക്ക് 78 ദിവസം വേണമെങ്കിൽ 10 പുരുഷന്മാർക്ക് എത്ര ദിവസം വേണം? ടൈം ആൻഡ് വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? എഫിഷ്യൻസിയും ടൈമും എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇവിടെ 5 പുരുഷൻ എന്നുള്ളത് 10 പുരുഷനായി. അപ്പോൾ എഫിഷ്യൻസി കൂടി. എഫിഷ്യൻസി എങ്ങനെ കൂടി? ഇരട്ടിയായി. എഫിഷ്യൻസി ഇരട്ടിയായാൽ ടൈമിന് എന്ത് സംഭവിക്കും? പകുതിയാകും. അതാണ് ടൈമും എഫിഷ്യൻസി തമ്മിലുള്ള ബന്ധം. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. അപ്പോൾ 78 ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 78 ഡിവൈഡഡ് ബൈ 2 39. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ബി ശരിയാണോ? യെസ്, 39. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. ദ 5th term and 8th term of a geometric progression are 27 and 729 respectively. What is the 11th term? ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5ാം പദവും 8ാം പദവും യഥാക്രമം 27ഉം 729 ആണെങ്കിൽ അതിന്റെ 11ാമത്തെ പദം എന്ത്? മക്കളെ, ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമഗുണിത ശ്രേണി അതിന്റെ ഒരു കുന്തവും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മളുടെ 5ാമത്തെ ടേം. ഇത് 6, ഇത് 7, ഇത് 8, ഇത് 9, ഇത് 10, ഇത് 11. ഞാനൊന്ന് എഴുതുവാണേ. 5, 6, 7, 8, 9, 10, 11. 5ാമത്തെ ടേം എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്? 5ാമത്തെ ടേം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എത്രയാണ്? 27 ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എത്രാമത്തെ ടേം ആണ്? 8ാമത്തെ ടേം ആണ് അല്ലേ? 8ാമത്തെ ടേം എത്ര? 729. സമഗുണിത ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കൊണ്ട് ഇങ്ങനെ ഗുണിച്ച് പോവാം. അപ്പോൾ ഇതിനെ എന്തോ കൊണ്ട് ഗുണിച്ച് ഈ ടേം 27 എന്തോ കൊണ്ട് ഗുണിച്ച് ഇത് എഴുതും. അടുത്ത അവിടെ കിട്ടുന്ന ഉത്തരത്തിന് അതേ ടേം കൊണ്ട് തന്നെ, എക്സ് ആണ്, അതേ ടേം കൊണ്ട് തന്നെ ഗുണിച്ച് ഇവിടെ എഴുതും. ഇതിനെ അങ്ങനെ ഗുണിച്ച് എഴുതും. അപ്പോൾ
ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു, ആ സംഖ്യ കൊണ്ട് തന്നെ വീണ്ടും ഗുണിച്ചു, ഇങ്ങനെ ഗുണിച്ച് പോയേക്കുക. അപ്പോൾ ഇനി ഇവിടെ നിങ്ങോട്ടപ്പം ഇവിടെ നമുക്ക് ഒരു പ്രാവശ്യം, ഇവിടെ ഒരു പ്രാവശ്യം, ഇവിടെ അപ്പം മൊത്തം 3 ചേഞ്ച് വന്നു. അതേപോലെ തന്നെയല്ലേ അടുത്തതും വരുന്നതാ, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1 അല്ലേ. അപ്പോൾ 27 ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു, അവിടെ ഒരു ഉത്തരം കിട്ടി. ആ സംഖ്യ കൊണ്ട് തന്നെ ആ ഉത്തരം കിട്ടിയതിനെ വീണ്ടും അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചു, അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചു, വീണ്ടും അങ്ങനെ 729 വന്നു. അപ്പോൾ 27-നെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു, ഈ 5ാമത്തെ ടൈമിനെ 6ാമത്തെ ടൈം ആയപ്പോൾ എക്സ് കൊണ്ട് ഗുണിച്ചു, വീണ്ടും അപ്പോൾ ഇങ്ങനെ 3 പ്രാവശ്യം ഗുണിച്ചു വരും. അതായത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, 729-നെ അല്ലെങ്കിൽ ഈ 27 729 നിങ്ങൾ എന്ത് ചേഞ്ച് അവിടെ സംഭവിച്ചു നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, 729-നെ 27 കൊണ്ട് ഹരിച്ചു നോക്കുക, എത്ര കിട്ടും? 27 കിട്ടും. കാരണം 3 ചേഞ്ചാണ് അവിടെ വന്നിരിക്കുന്നത്. അതേ 3 ചേഞ്ച് ആയിരിക്കും ഇവിടെയും വരിക. എന്ന് പറയുമ്പോൾ ഇവിടെ 27 കൊണ്ടാണ് ഇതിനെ ഗുണിച്ചത്. കാരണം ഇവിടെ രണ്ടിടത്ത് കണ്ടോ ഈ 3 ചേഞ്ചസ് അല്ലേ വരുന്നത്, അതേ സംഭവം തന്നെ ആയിരിക്കും ഇവിടെയും വരിക അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 27 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ ആൻസർ എത്ര? 729 ഇൻറ്റു 27 എത്ര കിട്ടും? 19683 എന്ന് കിട്ടും. 19683 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് എക്സും വൈയും ഒക്കെ എടുത്ത് വെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്താ, ഇപ്പോൾ ഞാൻ ഇനി എക്സ് വെച്ച് ഇനിയും പറഞ്ഞുതരാം. ഇനി കുറച്ചുകൂടെ ഈ ഒരു മനസ്സിലാലോചിച്ച് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എക്സ് വെച്ച് കാണിച്ചു തരാം. മക്കളെ 27 ഇൻറ്റു എക്സ് അല്ലേ. വീണ്ടും ആ കിട്ടിയ ഉത്തരത്തിനെ വീണ്ടും എക്സ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇതെന്താവും? എക്സ് സ്ക്വയർ ആവും അല്ലേ. അല്ലെങ്കിൽ എക്സ് എന്ന് തന്നെ എടുത്തു. എക്സ് ഇവിടെ എക്സ് കൊണ്ട് ഗുണിച്ചു, ഇവിടെ എക്സ് കൊണ്ട് ഗുണിച്ചു, ഇവിടെ എക്സ് കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ക്യൂബ്. അപ്പോൾ വേണമെങ്കിൽ പറയാം 27 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറയുന്നതാണ് എത്ര? 729. അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 729 ഡിവൈഡഡ് ബൈ 27 എത്ര കിട്ടി? 27. അപ്പോൾ എക്സ് ക്യൂബ് 27 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ അതേ ഒന്നുമില്ല, എടാ ഇവിടെ എക്സ് കൊണ്ട് ഗുണിച്ചു, ഇവിടെ എക്സ് കൊണ്ട് ഗുണിച്ചു, ഇവിടെ എക്സ് കൊണ്ട് ഗുണിച്ചു, അതേ സംഭവം തന്നെയല്ലേ ഈ 729 കഴിഞ്ഞ് വീണ്ടും ഇവിടെ എക്സ് കൊണ്ട്, ഇവിടെ എക്സ് കൊണ്ട്, ഇവിടെ എക്സ് കൊണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഇവിടെ നിങ്ങൾക്ക് 27 കിട്ടിയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 27 തന്നെ ആയിരിക്കും. കാരണം ആ ഈക്വൽ ഡിസ്റ്റൻസിലല്ലേ വന്നേക്കുന്നേ, അത്രയും മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ 729 ഇൻറ്റു 27 എത്ര കിട്ടും? 19689. നിങ്ങൾ ഒരു GB നിങ്ങൾ അറിയണ്ട, ജസ്റ്റ് കോമൺ സെൻസ് കേട്ടോ. അടുത്ത ചോദ്യം, ഹൗ മെനി ടൈംസ് 0.18 ഹൗ മെനി ടൈംസ് ഗ്രേറ്റർ ദാൻ 0.18 ദാൻ 0.04. അതായത് 0.004 0.004 എത്ര മടങ്ങ് വലുതാണ് 0.18? അതായത് 0.18 എത്ര 0.004 വരും? അതായത് 0.18 ഡിവൈഡഡ് ബൈ 0.004. അപ്പോൾ മക്കളെ, എടാ നിങ്ങൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ, മുകളിലോ താഴെയോ, ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സ്ഥാനം വന്നിരിക്കുന്നത് ഇവിടെ ഡിനോമിനേറ്ററിലാണ് 3 സ്ഥാനം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1 കഴിഞ്ഞ് 3 0 ഉള്ള സംഖ്യ കൊണ്ട് താഴെയും മുകളിലും ഗുണിക്കുക. അപ്പോൾ 0.18 ഈ 2 0 കഴിയുമ്പോൾ അത് എന്തായി? 18ആയി. പിന്നെ ഒരു 10 കൂടെ ഉണ്ട്. അപ്പോൾ എത്രയായി? 180 ഡിവൈഡഡ് ബൈ ഇത് എത്ര കിട്ടും? 4. 180-നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? പകുതിയുടെ പകുതി 90, 90ന്റെ പകുതി 45. സോ ഓപ്ഷൻ ഡി ശരിയാണോ? യെസ്. ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഡെസിമൽസിനകത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. അടുത്ത ചോദ്യം, എ വാട്ടർ ബോട്ടിൽ ഈസ് പ്രൈസ്ഡ് അറ്റ് ₹15. ഒരു വാട്ടർ ബോട്ടിലിന്റെ വില 15 രൂപ. വിച്ച് ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് ബോത്ത് ദ ബോട്ടിൽ ആൻഡ് വാട്ടർ. ബോട്ടിലിന്റെയും വാട്ടറിന്റെയും കൂടെ വിലയാണ് ഈ 15 എന്ന് പറയുന്നത്. ഇഫ് ദ വാട്ടർ കോസ്റ്റ് 12 മോർ ദാൻ ദാറ്റ് ഓഫ് ദ ബോട്ടിൽ, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ബോട്ടിൽ? അതായത് വാട്ടറും ബോട്ടിലും കൂടെ കൂട്ടിയാൽ 15 കിട്ടും. വാട്ടറിൽ നിന്ന് ബോട്ടിലിന്റെ പ്രൈസ് കുറച്ചാൽ 12 കിട്ടും അല്ലേ. അപ്പൊ നമ്മൾ ഇത് 2 ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നുള്ള ചെയ്താൽ മതി. സോ വാട്ടർ പ്ലസ് വാട്ടർ 2 വാട്ടർ is equal to 27. അപ്പോൾ വാട്ടർ ഈസ് ഈക്വൽ ടു 27ന്റെ പകുതി 13.5 അല്ലേ. വാട്ടറിൻ്റെ പ്രൈസ് കിട്ടി. നമുക്കറിയാം വാട്ടറും ബോട്ടിലും കൂടെ കൂട്ടിയാൽ 15 ആണ്.
അതിൽ വാട്ടർ 13.5 അപ്പോൾ ബോട്ടിൽ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 15 മൈനസ് 13.5 എത്ര കിട്ടും? 1.5. ഓപ്ഷൻ എ ശരിയാണോ? യെസ്, ഓപ്ഷൻ എ. ചോദ്യം ഇവിടെ മലയാളത്തിൽ കിടപ്പുണ്ട്, ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം, ജോൺ ലെൻഡ് ₹6 lakh to Sony for 3 years at a compound interest rate of 5% per annum. What amount will Johnny receive after 3 years? അപ്പോൾ ജോണി 6 ലക്ഷം രൂപ സോണിക്ക് കൊടുത്തു. 5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് 3 വർഷത്തേക്ക്. അപ്പോൾ 3 വർഷം കഴിഞ്ഞത് എത്ര ഇതായിട്ട് ഇയാൾക്ക് തിരിച്ചു കിട്ടും? അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? നിങ്ങൾക്കിത് പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്യാം. പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിക്കുമ്പോൾ പക്ഷേ കുറേ ഡെസിമലൊക്കെ കയറി വരും. അതിനേക്കാൾ എളുപ്പം നമ്മൾ പെർസെൻറ്റേജിൻ്റെ ബേസിൽ ചെയ്യുന്നതാണ്. എത്ര മക്കളെ? പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 6 ലക്ഷം രൂപയല്ലേ? 6 ലക്ഷം രൂപ. ഈ 6 ലക്ഷം രൂപയ്ക്ക് റേറ്റ് പെർസെൻറ്റേജ് എത്ര? 5%. 5% എന്ന് പറയുമ്പോൾ മുതലും പലിശയും കൂടെ ചേർത്ത് ഒരു വർഷം കഴിയുമ്പോൾ 105% ആവും. അടുത്ത വർഷം കഴിയുമ്പോൾ ഈ കിട്ടിയ വിലയുടെ 105% ആകും. അടുത്ത വർഷം കഴിയുമ്പോൾ അതിൻ്റെ 105%. 3 വർഷത്തേക്കാണെങ്കിൽ ഇങ്ങനെ ഓരോ വർഷവും മുതലും പലിശയും കൂടെ ചേർത്ത് 105%, ഇങ്ങനെ വരുന്നതിനെയാണല്ലോ, ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരുന്നതിനെയാണല്ലോ, ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നതിനെയാണല്ലോ, ഇങ്ങനെ കൂടി വരുന്നതിനെയാണല്ലോ, ഇങ്ങനെ പലിശയാണല്ലോ നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ, പലിശയുടെ പലിശ എന്നൊക്കെ പറയുക. അപ്പോൾ ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. ഇതിനെ നമുക്ക് വെട്ടിക്കളഞ്ഞ് എല്ലായിടത്തും 21/20 എന്ന് എഴുതാമല്ലോ. 5 കൊണ്ട് ഹരിച്ചിട്ട് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ 1, 2, 3 0 വെട്ടിക്കളയാമല്ലോ. കളയാം. 2 × 2 4, 4 × 2 8. 600 8 കൊണ്ട് ഹരിച്ച 75 അല്ലേ മക്കളെ കിട്ടുക? എടാ അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 75 × 21 × 21 × 21. 75 × 21ന്റെ ക്യൂബ് എത്ര? 25 വരെയുള്ള സംഖ്യകളുടെയെങ്കിലും ക്യൂബ് കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 9261. 9261നെ 75 കൊണ്ട് ഗുണിച്ചാൽ 6,94,575 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്, 6,94,575. ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, what is the profit percentage when half the quantity of an article is sold at double the price? half the quantity of ഒരാൾ 100 രൂപ അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് വിചാരിച്ചു. അയാളുടെ കോസ്റ്റ് പ്രൈസ് 100. മലയാളത്തിലെ ചോദ്യം നിങ്ങൾക്ക് കാണണമെങ്കിൽ നോക്കാം. ഒരു വസ്തുവിന്റെ പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് വിറ്റാൽ വിൽക്കുമ്പോൾ ലാഭശതമാനം എത്ര? കോസ്റ്റ് പ്രൈസ് 100 ആണ്. പക്ഷെ ഞാൻ അതിൻ്റെ 100 രൂപ എൻ്റെ മൊത്തം കോസ്റ്റ് പ്രൈസ് ഞാൻ ചിലവാക്കുന്നില്ല, അതിൻ്റെ പകുതിയെ ചിലവാക്കുന്നുള്ളൂ. സോ മൈ ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100. ഇനി ഞാനിത് എങ്ങനെയാണ് വിൽക്കുന്നത്? എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാനിത് വിൽക്കുന്നത്? ഇരട്ടി വിലയ്ക്ക്, അതായത് 100 രൂപയുടെ സാധനം ഞാൻ 200 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര? 200. അപ്പോൾ എന്താ സംഭവിക്കുക? പ്രോഫിറ്റ് എത്ര കിട്ടും? 200 രൂപ കിട്ടി. ഞാനിവിടെ എന്താ എഴുതിയേ? എടാ മക്കളെ, 100ന്റെ പകുതി ആക്ച്വൽ വാട്ട് ഈസ് ദ ക്വസ്റ്റൻ ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെൻ ദ ഹാഫ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 100ന്റെ പകുതി 50 അല്ലേ എടുക്കണ്ടേ? ഞാനത് ഓർക്കാതെ അവിടെ 100 എഴുതി വെച്ചു കേട്ടോ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100, പക്ഷെ ശരിക്കും 100 രൂപയാണ് സാധനത്തിന്റെ വില. പക്ഷെ എനിക്ക് എത്ര ചിലവായുള്ളൂ? ഞാൻ എത്ര ചിലവാക്കുന്നുള്ളൂ? ഞാൻ ആ 100 രൂപയ്ക്ക് മേടിച്ച് വെച്ച സാധനം ഞാൻ പക്ഷേ അതിന്റെ 50 പകുതി എടുക്കുന്നുള്ളൂ. 50 അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ചിലവായുള്ളൂ. പക്ഷെ ഞാൻ ഈ സാധനം കോസ്റ്റ് പ്രൈസിന്റെ ഇരട്ടി വിലയ്ക്ക് വിറ്റു, 200 രൂപ. അപ്പോൾ 50 രൂപ ചിലവായി, 200 രൂപ കിട്ടി. സോ സെല്ലിംഗ് പ്രൈസ് 200, കോസ്റ്റ് പ്രൈസ് 50, ലാഭം എത്ര? 150. കണ്ടുപിടിക്കേണ്ടത് എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര? 150. കോസ്റ്റ് പ്രൈസ് എത്ര? വെറും 50 അല്ലേ ചിലവാക്കിയുള്ളൂ? അതോ 100 ചിലവായോ? ഇല്ല. ഇൻറ്റു 100 അല്ലേ? എത്ര കിട്ടും നമുക്ക്? 300%. 300%. 300%. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 9. ദി ആവറേജ് ഏജ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 9 റിട്ടയർഡ് പേഴ്സൺസ് 64. അപ്പോൾ 9 പേരുടെ ശരാശരി എന്ന് പറയുന്നത് നമ്പറാണ്. 9 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് എത്ര ആയിരുന്നു മക്കളെ? 64 ആയിരുന്നു. അതിനകത്ത് നിന്ന് ഒരാളങ്ങ് പോയി. അപ്പോൾ എത്ര? 8. വെൻ 1 മെമ്പർ ലീവ്സ് ദ ഗ്രൂപ്പ്, അപ്പോൾ എത്രയായി?
8 ആയി. ആവറേജ് ഡ്രോപ്സ് ടു 62. ആവറേജ് ഡ്രോപ്സ് ടു 62. ആവറേജ് എത്രയായി? 62 ആയി. അങ്ങനെയാണെങ്കിൽ പോയ ആളുടെ ഭാരം എത്ര? അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ചിന്തിക്കണം, കൂടുന്നത് പോലെ ചിന്തിക്കണം. 8 പേരുടെ ആവറേജ് 62 ആയിരുന്നു, അതിലേക്ക് ഒരാൾ വന്നപ്പം 64 ആയി എന്ന് ചിന്തിക്കാമല്ലോ. 8 പേരുടെ ആവറേജ് 62 ആയിരുന്നു, ഒരുത്തൻ വന്നു, ഈ പോയ ആൾ വന്നു എന്ന് വിചാരിക്കാം. 8 പേരായിട്ടിരിക്കുമായിരുന്നു, ഈ പോയ ആൾ പുറത്ത് നിൽക്കുകയായിരുന്നു എന്ന് വിചാരിക്കുക, ഇയാൾ അകത്തോട്ട് കയറി വന്നു. അപ്പോൾ ആവറേജ് എന്ത് ചെയ്തു? 2 കൂടി. 64 എന്നുള്ളത് എത്ര ആയിട്ട് കൂടി? 62 ആയിട്ട് കൂടി. അപ്പോൾ പുതിയ ആളുടെ ഭാരം എത്ര? ഈ പോയ ആളുടെ അല്ലെങ്കിൽ ആ മെമ്പറുടെ ഭാരം എത്ര? ഇനീഷ്യലി ഉണ്ടായിരുന്ന ആളുടെ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ആവറേജ് എത്ര? 62 പ്ലസ് എന്താ പ്ലസ് ഇട്ടേ? കാരണം അയാൾ വന്നത് കൊണ്ട് ആവറേജ് 2 കൂടി. ശരിക്കും ആക്ച്വലി പോയെന്നാ പറഞ്ഞേക്കുന്നത്, ഞാൻ ആ സംഭവത്തിനെ നേരെ തിരിച്ചു ഉൾട്ടയാക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ 62 പ്ലസ് എന്താ സംഭവിച്ചേ? ആവറേജ് കൂടി. ആവറേജ് എത്ര കൂടിയേ? 2. ആവറേജ് 2 കൂടിയാൽ എത്ര പേരെ എഫക്റ്റ് ചെയ്യും? 8 ആയിരുന്നു, ഇപ്പോൾ ഒരാളുടെ വന്നു 9 ആയി. അപ്പോൾ 2 × 9. അപ്പോൾ 62 പ്ലസ് 18 80. അപ്പൊ ചോദിക്കും, സാറേ പോയ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റൂടാ, അങ്ങനെയും ചെയ്യാം. പോയ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. 64 അല്ലായിരുന്നോ? അതെ, ഒരാൾ പോയി പ്ലസ് ആവറേജിന് എന്ത് സംഭവിച്ചു? 2 കുറഞ്ഞു. എത്ര പേരെ എഫക്റ്റ് ചെയ്യും? നേരത്തെ 9 ആയിരുന്നു, ഇപ്പൊ 8 ഉള്ളൂ, 8 പേരെ എഫക്റ്റ് ചെയ്യും. സോ 64 പ്ലസ് 16 അങ്ങനെ ചിന്തിച്ചാൽ 80 കിട്ടും. പക്ഷെ 90% പേരും ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യം ഈ 64നെ 9 കൊണ്ട് ഗുണിക്കും, എന്നിട്ട് 62നെ 8 കൊണ്ട് ഗുണിക്കും. അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കും. ഇപ്പോൾ 2 പ്രാവശ്യം ഗുണിക്കണം, പിന്നെ അത് കുറയ്ക്കണം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് ഒറ്റ പ്രാവശ്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാലോചിച്ച് ഈ ഒരു ആവറേജിനകത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് ആ ഒരു കോൺസെപ്റ്റ്, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ആവറേജിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പുട്ടുപോലെ ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം. സോ ആൻസർ 80. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി കവർ ദ റെക്ടാംഗിൾ ഫ്ലോർ മെഷറിംഗ് 5.25 മീറ്റർ ബൈ 510 മീറ്റർ? LCM HCF എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്തിൽ ഇതേപോലുള്ള ഒരു ചോദ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ ഇനിയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന അതേ ചോദ്യം, ഒരു വാല്യൂ പോലും മാറാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പരീക്ഷ ഒരു വാല്യൂ പോലും മാറാതെ ഒരു ക്വസ്റ്റ്യൻ. അത് ഒരു റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസിനകത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ടാങ്കിൻ്റെ കാര്യമാണ്. എനിക്ക് ആ ചോദ്യം നല്ല ഓർമ്മയുണ്ട്. 1/4 ഓഫ് എ ടാങ്ക് ഹോൾസ് 135 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ 180 ലിറ്റർ വരുവാണെങ്കിൽ അത് എത്ര പാർട്ടാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. സോ അത് വളരെ കൃത്യമായിട്ട് അതേ വാല്യൂ പോലും മാറാതെ അതേ ചോദ്യം തന്നെ അവർ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ പല ചോദ്യങ്ങളും PSCയുടേത് റിപ്പീറ്റഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പല ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് അതേപോലെ തന്നെ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു മണി അടിക്കുന്ന ഒരു ചോദ്യം, ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഇത്ര മണി അടിക്കാൻ ഇത്ര സെക്കൻഡ് വേണം, അങ്ങനെയാണെങ്കിൽ വേറെ, അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും ആ ചോദ്യം. അപ്പോൾ അതും അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പറയുന്നത് എന്താണ്? പ്രാക്ടീസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി കവർ എ റെക്ടാങ്കുലർ ഫ്ലോർ മെഷറിംഗ് 5.25 മീറ്റർ ആൻഡ് 5. മലയാളത്തിലുള്ള ചോദ്യം ഒന്ന് നോക്കിയേക്കാം. 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്ര? സമചതുര ടൈലുകളുടെ എണ്ണം എന്ന്, സ്ക്വയർ ടൈൽ, ഇവിടെ കുറഞ്ഞ ചതുര ടൈലുകൾ എന്നാണ് മലയാള ചോദ്യം, അത് തെറ്റാണ്. സമചതുര ടൈലുകൾ എന്ന് വേണമായിരുന്നു അവിടെ വരേണ്ടത്. സാരമില്ല, ഇംഗ്ലീഷിലെ ചോദ്യത്തിൽ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അവ നമുക്ക് നോക്കാം. അപ്പോൾ സമചതുരാകൃതിയിലുള്ള ടൈലുകളാണ് വെക്കുന്നത്. നമ്മുടെ മുറിയുടെ നീളം വീതി പറഞ്ഞിട്ടുണ്ട്. 5.25 5.10. നിങ്ങൾ ഇതിനെ
സെൻറ്റിമീറ്റർ ആക്കി എഴുതുക. 525 സെൻറ്റിമീറ്ററും 510 സെൻറ്റിമീറ്ററും. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് സ്ക്വയർ ടൈലാണ് വെക്കേണ്ടത്. സ്ക്വയർ ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? നിങ്ങൾ ഒരു മുറിക്കകത്തിൽ നിങ്ങൾ കുറേ സ്ക്വയർ ടൈലുകൾ ഇങ്ങനെ വെക്കുക. ഇതെല്ലാം സ്ക്വയർ ടൈലാണെന്ന് വിചാരിച്ചോണേ. അങ്ങനെ സ്ക്വയർ ടൈലുകൾ വെക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിക്കോ. സ്ക്വയർ ടൈലുകൾ വെക്കുമ്പോൾ ഈ ഒരു നീളം ഉണ്ടല്ലോ എ, ഈ നീളം ഉണ്ടല്ലോ എ, ഈ നീളം ഉണ്ടല്ലോ എ, ഈ നീളം ഉണ്ടല്ലോ എ. കാരണം സ്ക്വയർ എന്ന് പറയുമ്പോൾ നീളവും വീതിയും തുല്യമായിരിക്കും. അപ്പോൾ ഈ ഒരു നീളം അതുപോലെ താഴേക്ക് വരുന്ന ഇതും തുല്യമായിരിക്കണം. അതായത് കുറേ എ ഇങ്ങനെ വെച്ച് വരുമ്പോൾ ഈ ടോട്ടൽ ലെങ്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ ഈ 525 എന്ന് പറയുന്നത് സ്ക്വയർ ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എങ്കിലല്ലേ കൃത്യമായിട്ട് അവിടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 525 എന്ന് പറയുന്നത് സ്ക്വയർ ടൈലിൻ്റെ ലെങ്തിൻ്റെയോ ബ്രെഡ്ത്ത്, സ്ക്വയറിന് പിന്നെ ലെങ്തും ബ്രെഡ്ത്തും ഒന്നുമില്ല, ഒരു സൈഡ്, ആ സൈഡിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം 520. എങ്കിലേ കൃത്യം എണ്ണം നമുക്ക് അവിടെ വെക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ താഴോട്ടും വെക്കണം, താഴോട്ടും വെക്കണം. അങ്ങനെ താഴോട്ട് വെക്കുമ്പോഴും എന്തായിരിക്കണം? ഈ കൃത്യം ഈ ഓരോ സൈഡും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ താഴോട്ട് വെക്കുമ്പോൾ 510 എന്ന് പറയുന്നതും സ്ക്വയർ ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ ഈ സ്ക്വയർ ടൈലിൻ്റെ ഒരു വശത്തിനെ ഞാനിവിടെ എ എന്നെടുക്കുകയാണ്. എ. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് 525ൻ്റെ ഫാക്ടർ ആയിരിക്കണം, 510ൻ്റെയും ഫാക്ടർ ആയിരിക്കണം. രണ്ടിൻ്റെയും ഫാക്ടർ ആയിരിക്കുമ്പോൾ കോമൺ ഫാക്ടർ അതിൽ ഏറ്റവും വലുത്. എന്തിനാ അപ്പോൾ ചോദിക്കുക ഏറ്റവും വലുതെടുക്കുന്നത് എന്തിനാ? കോമൺ ഫാക്ടറിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ പോരെ? കോമൺ ഫാക്ടറിൽ ഏറ്റവും വലുത് തന്നെ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കോമൺ ഫാക്ടറിൽ ഏറ്റവും വലുത് എടുക്കുന്നത് എന്താ? അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ്? മിനിമം നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ്. സ്ക്വയർ ടൈലിന്റെ എണ്ണം കുറവായിരിക്കണം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് രണ്ടും ഒരേ ഏരിയ ഉള്ള റൂമാണ്. ഇവിടെ ഏതിലാണ് മിനിമം നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് വെച്ചിരിക്കുന്നത്? ഇപ്പൊ ഇത് ഫിഗർ എ, ഇത് ഫിഗർ ബി. ഫിഗർ ബിയിലല്ലേ? കാരണം അവിടെ 4 ടൈലേ വെച്ചിട്ടുള്ളൂ, മറ്റിടത്ത് 10-45 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ കാരണം? മിനിമം നമ്പർ വരാൻ കാരണം മാക്സിമം പീസ് എടുക്കണം. വലിയ പീസ് വെച്ചാൽ എണ്ണം കുറച്ച് മതി. അപ്പോൾ കോമൺ സ്ക്വയർ ടൈല് മാക്സിമം വലിപ്പമുള്ളതായിരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് പരമാവധി വലിപ്പമുള്ളതായിരിക്കണം. അപ്പോൾ കോമൺ ഫാക്ടറിൽ ഏറ്റവും വലുത് തന്നെ ആയിരിക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ HCF കണ്ടുപിടിക്കുന്നു. ഏതിൻ്റെയൊക്കെ നമ്മുടെ നീളത്തിൻ്റെയും വീതിയുടെയും HCF കണ്ടുപിടിക്കുന്നു. 525ഉം 510ഉം. HCF കണ്ടുപിടിക്കാൻ അറിയാമോ? അപ്പം എല്ലാം കൂടെ എനിക്ക് ഈ 20 ചോദ്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. 10 ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുന്നു. അപ്പോൾ ഞാൻ ഇനി ഇവിടെ HCF കൂടെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും സമയം പോയി LCM HCF എന്ന് പറയുന്ന ക്ലാസ് കണ്ടു നോക്കുക. ഇതിൻ്റെ HCF കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫാക്ടർ ആയിരിക്കണം ഏറ്റവും വലുതായിരിക്കണം, 15. അപ്പൊ നമുക്ക് ഈ ആൻസർ 15 ആണോ? ഓപ്ഷനിൽ എങ്ങും 15 ഇല്ലല്ലോ. ആൻസർ 15 ആണോ? നൺ ഓഫ് ദിസ് ആണോ? അല്ല. എന്താ ചോദ്യം? നമ്പർ ഓഫ് ടൈൽസ് ആ ചോദ്യം. എത്ര ടൈല് വേണം? വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന സ്ക്വയർ ടൈലിന്റെ ഒരു വശത്തിന്റെ നീളം മാത്രമാ. ഇതിനകത്തിൽ എത്ര എണ്ണം വെക്കാം? അപ്പൊ നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ഏരിയ. ഈ മൊത്തം സ്ഥലത്ത് ഒരു വശത്തിന് 15 സെന്റിമീറ്റർ ആയിട്ടുള്ള എത്ര എണ്ണം വെക്കാം? അപ്പോൾ ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ടൈലിന്റെ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 525 ഇൻറ്റു 510 ഡിവൈഡഡ് ബൈ സ്ക്വയർ ടൈലിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയറിന്റെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് 15 ഇൻറ്റു 15. ഈ 15ഉം 525 കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 35 കിട്ടും. ഈ 15ഉം 510 കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 34 കിട്ടും. സോ 35 ഇൻറ്റു 34 ആണ് ആൻസർ. 35നെ 34 കൊണ്ട് ഗുണിച്ചാൽ 1190 എന്ന് കിട്ടും. ഓപ്ഷൻ എ 1190. യെസ്. അടുത്ത ചോദ്യം. The students of a class are made to stand equally in rows. If 3 students are extra in each row, there would be 1 row less. If 3 students are less in a row, there would be 2 more rows. Then the number of students in the class would be. ഇച്ചിരി ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്. പക്ഷേ ഓപ്ഷൻ വെച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഓപ്ഷനകത്ത് കിടക്കുന്നത് ഈ ഞാൻ പറയാം, നോക്കിക്കോ മക്കളെ. ഒരു ക്ലാസ്സിൽ അവിടെ കുറേ ഇപ്പോൾ ഇങ്ങനെ കുറേ പിള്ളേരിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ റോയിൽ നിൽക്കുക. ഇപ്പോൾ ഇവിടുത്തെ എണ്ണം എന്ന് പറയുമ്പോൾ ഈ റോയിൽ എത്ര കുട്ടികളുണ്ട്? ഇപ്പോൾ എല്ലാ റോയിലും ഇപ്പം 9 പേര് വീതം നിൽക്കുന്നു വിചാരിച്ചു.
അങ്ങനെയുള്ള 4 റോ ഉണ്ട്. അപ്പോൾ എത്ര കുട്ടികളായി? 9 × 4 36. അത് തന്നെയാണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാനിപ്പോൾ ചുമ്മാ 9 × 4 36 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 36. അപ്പോൾ എല്ലാ വരിയിലും 9 പേര് വെച്ച് നിൽപ്പുണ്ട്. അങ്ങനെ 4 വരിയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ നമുക്കിതിപ്പം അൽജിബ്ര വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ട്. ഇനി നിങ്ങൾക്ക് ഗസ് ചെയ്തൊക്കെ ചെയ്യാം, അല്ലാതെയും വേറെ മെത്തേഡ് ഉപയോഗിച്ചൊക്കെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഞാൻ നമ്പർ ഓഫ് റോസ് അതിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഞാൻ വൈ ആയിട്ടും എടുക്കുന്നു. നമ്പർ ഓഫ് റോയെ എക്സ് ആയിട്ടും നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ വൈ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ആയിരിക്കും? ടോട്ടൽ 9 × 4 എന്ന് പറഞ്ഞാൽ എക്സ് × വൈ, എക്സ് വൈ ആയിരിക്കും നമ്മുടെ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് 3 സ്റ്റുഡൻസ് ആർ എക്സ്ട്രാ, 3 സ്റ്റുഡൻസ് ആർ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ y + 3 ഇൻറ്റു 3 സ്റ്റുഡൻസ് ആർ എക്സ്ട്രാ ഇൻ ഈച്ച് റോ, ദെൻ ദർ വുഡ് ബി 1 റോ ലെസ്, ഒരു റോ കുറവായിരിക്കും. റോയുടെ എണ്ണത്തിൽ നമ്മൾ എക്സ് ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. സോ x - 1 ഈസ് ഈക്വൽ ടു, അപ്പോഴും എന്തായിരിക്കും? കുട്ടികൾ അവിടുന്ന് ഇങ്ങോട്ട് മാറി ഇരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു റോ കുറച്ചു, ഒരു റോ കുറച്ചെന്നല്ല, ഇഫ് 3 സ്റ്റുഡൻസ് ആർ എക്സ്ട്രാ, അപ്പോൾ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അല്ലാതെ എണ്ണത്തിൽ പിള്ളേരാരും പോയിട്ടില്ല. അപ്പോൾ എക്സ് വൈ തന്നെ അവിടെ കിട്ടുക, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വൈ മൈനസ് വൈ പ്ലസ് 3x - 3 ഈസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് കിട്ടും. അതിന് ഒന്നുകൂടെ നമ്മൾ ഇവിടെ ഈ എക്സ് വൈയും ഈ എക്സ് വൈയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം ഒരിടത്ത് പ്ലസ്സും ഒരിടത്ത് മൈനസും ആയിരിക്കും ഈക്വലിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ. പിന്നെ നമുക്ക് 3x - y ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും, ഒരു ഇക്വേഷൻ. ഇനി അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കണം. ഇച്ചിരി മെനക്കേടാ, എന്നാലും പോട്ടെ. അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 3 സ്റ്റുഡൻസ് ആർ ലെസ്, അപ്പോൾ y - 3. 3 സ്റ്റുഡൻസ് ആർ ലെസ്, ദർ വുഡ് ബി 2 more റോസ്, അപ്പോൾ x + 2. അന്നേരം എന്ത് കിട്ടും? നമുക്ക് എക്സ് വൈ കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സ് വൈ പ്ലസ് 2y മൈനസ് 3x മൈനസ് 6 ഈസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് കിട്ടും. അവിടെ നമ്മൾ എക്സ് വൈ കട്ട് ചെയ്ത് കളയുന്നു. പിന്നെ മൈനസ് 3x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഇത് അടുത്ത ഇക്വേഷൻ. ഇനി ഞാൻ ഈ ഇക്വേഷനും ഇതുകൂടെ വെച്ച് ഇതിനെ സോൾവ് ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ 3x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നു. പ്ലസ് 2yയും ഇത് തമ്മിൽ മൈനസ് 3xും പ്ലസ് 3x ആഡ് ചെയ്താൽ 0 കിട്ടും. 2yയും മൈനസ് വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് y കിട്ടും. 6 - 3 9. സോ y ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. ഇനി വേണമെങ്കിൽ ഈ y ഈസ് ഈക്വൽ ടു 9 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ 3x മൈനസ് 9 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ എനിക്ക് 3x ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. x ഈസ് ഈക്വൽ ടു 12/3 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടി? എനിക്ക് എക്സും കിട്ടി, വൈയും കിട്ടി. വൈയും കിട്ടിയ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എക്സ് വൈ ആയിരിക്കും. സോ 9 × 4 36 കണ്ടോ? അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റിമൈൻഡർ when 85 × 87 × 89 × 91 × 95 × 96 is divided by 100. ഇപ്പം നമ്മൾ ഒരിക്കലും ഹരിച്ച് നോക്കുകയൊന്നും വേണ്ട മക്കളെ. ഇവിടെ 100 കൊണ്ടല്ലേ ഹരിക്കണ്ടേ? 100 എന്ന് പറഞ്ഞാൽ എന്തുവാ? 25 × 4. ഒന്നുകൂടെ പറഞ്ഞാൽ 5 × 5 25, 2 × 2 4. ഇത്രയും സംഖ്യ അല്ലേ നമുക്ക് 100 കൊണ്ട് ഹരിക്കേണ്ടത്. അപ്പോൾ റിമൈൻഡർ ഇതുകൊണ്ട് മൊത്തമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റുവാണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. മൊത്തമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമെങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതിനകത്തിൽ നോക്കിക്കേ, നമുക്ക് ഇപ്പോൾ ഇത് നമ്മൾ ഹരിക്കാൻ പോവുക. ഈ വലിയ നമ്പറാണ് ഈ കിടക്കുന്നത്. ഈ വലിയ നമ്പറാണിത്. ഡിവൈഡഡ് ബൈ 5 × 5 × 2 × 2 ആണേ. ഈ വലിയ നമ്പറിന് ഞാനിവിടെ പച്ച കളറിൽ ഈ വട്ടം വരച്ചേക്കുന്നതാണ് നമ്മുടെ ഈ വലിയ നമ്പർ കേട്ടോ. അതിനെ നമ്മൾ ഈ 5 × 5 × 2 × 2 കൊണ്ട് ഹരിക്കാൻ പോവാം. അപ്പം ഈ 85-നെ എനിക്ക് 17 × 5 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ ഒരു 5 വന്നു. ഇപ്പോഴത്തെ പോട്ടെ, 17 × 5. ഇനി ഇവിടെ നോക്കിക്കേ, 95-നെ എനിക്ക് 19 × 5 എന്ന് എടുക്കാമല്ലോ.
19 ഇൻറ്റു 5. അപ്പോൾ ഈ 5 ഈ 5 ഈ 5 ഈ 5 ഞാൻ വെട്ടിക്കളഞ്ഞു. പിന്നെ 96 എന്ന് പറഞ്ഞാൽ എന്താ? 96 എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 6 ആണ് 96. ശരിയല്ലേ? ഇനി ഈ 16 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഇൻറ്റു 4 ഇൻറ്റു 6 എന്ന് എടുത്തൂടെ? അപ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 6 അല്ലേ? ഈ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? വെട്ടിപ്പോയില്ലേ? അപ്പോൾ എല്ലാം വെട്ടിപ്പോയി. സോ പൂർണ്ണമായും ഹരിക്കാം 100 കൊണ്ട്. അപ്പോൾ എന്താ? 0 ആയിരിക്കും. പൂർണ്ണമായും ഹരിക്കാൻ പറ്റുമെങ്കിൽ ശിഷ്ടം എന്തായിരിക്കും? 0 ആയിരിക്കും. അത്രേ ഉള്ളൂ. അല്ല നിങ്ങളിത് എഴുതി ഗുണിച്ച് നോക്കി ഒന്നും ചെയ്യണ്ട. സോ അടുത്ത ചോദ്യം 13. നല്ല കിടലിനൊരു ചോദ്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. എന്നെ ഹടാതെ ആകർഷിച്ച ഒരു ചോദ്യമാണ്. എന്താകുമാർ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും സിയും ഡിയും ഇയും എഫും ആർ ബോത്ത് 3-digit numbers such that A, B, C, D, E and F are distinct non-zero digits. Non-zero digit ആണ്. അതായത് എയോ ബിയോ സിയോ ഒന്നും 0 ആകുന്നില്ല. എ ബി സിയും ഡി എഫ് കൂടെ കൂട്ടിയ 1111 കിട്ടും. ഓക്കെ, സോ എ ബി സി അതേപോലെ ഡി ഇ എഫ് കൂട്ടാൻ പോവാ. കൂട്ടുമ്പോൾ 1111 കിട്ടി. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയപ്പോൾ ഇവിടെ 1 കിട്ടി കാണും. ഇത് തമ്മിൽ കൂട്ടിയപ്പോൾ ഇവിടെ 1 ഡിജിറ്റ് എഴുതി. ഇവിടെ നമ്മൾ ഇത് കൂട്ടിയപ്പോൾ 11. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്? അതെ. എടാ മക്കളെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കോമൺ സെൻസ് ആണ് കേട്ടോ. നമുക്ക് 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഇവിടെ 1 പറഞ്ഞെങ്കിൽ നമുക്ക് 11 വരാം, 21 വരാം. അപ്പം നമ്മൾ 9 കൂടെ കൂട്ടിയാലും തന്നെയും 18 വരെ. അപ്പോൾ 21 എന്നൊരു ഓപ്ഷൻ ഇല്ല, 11 വരണം. 11 വരണമെങ്കിൽ ഞാനിപ്പോൾ ചുമ്മാ പറയുവാണ് 6ഉം 5ഉം 5ഉം 6ഉം ആകാം, താഴെ മുകളിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 6ഉം 5ഉം 11ന് 1 ശിഷ്ടം 1. അപ്പോൾ ഇവിടെ ഇത് ഓക്കെ ആയി. ഇനി ഇവിടെ അടുത്ത പോസിബിലിറ്റി, ഇവിടെയും ഒന്നുകൂടെ കൂട്ടുമ്പോൾ 11 വരണം. അപ്പോൾ ഇത് 10 വരണം. 10 വരാനുള്ള പോസിബിലിറ്റി ഏതൊക്കെയാ? എന്തായാലും ഇത് റിപ്പീറ്റ് ചെയ്ത് വരണ്ട. 6ഉം 4ഉം ഞാൻ എഴുതുന്നില്ല. ഞാൻ അതുകൊണ്ട് 7ഉം 3ഉം എഴുതി. 7ഉം 3ഉം 10ഉം 1ഉം 11ന് 1, വീണ്ടും ശിഷ്ടം 1. വീണ്ടും ഇവിടെ 11 വരണം. അപ്പോൾ എയും ഡിയുടെ കൂട്ടുമ്പോൾ 10 ആയിരിക്കണം വരേണ്ടത്. അപ്പോഴും ഞാൻ 6ഉം 4ഉം എടുക്കുന്നില്ല. നമുക്ക് ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 9ഉം 1ഉം എടുത്തു. അപ്പോൾ 9ഉം 1ഉം 10ഉം 1ഉം 11. ഇനി ഇത് കൂട്ടി നോക്കിക്കേ. 9, 7, 6, 1, 3, 5. 6 5 11 ശിഷ്ടം 7 3 10 1 11 9 1 10 1 11 കിട്ടിയല്ലോ. കിട്ടി. ചോദ്യം എന്തുവാ? എയും ബിയും സിയും ഡിയും ഇയും എഫ് കൂടെ കൂട്ടിയാൽ എന്തോ കിട്ടും? അപ്പം നമ്മൾ എടുത്തത് കറക്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ എയും ബിയും സിയും ഡിയും ഇയും എഫ് കൂടെ കൂട്ടണം. 9ഉം 7ഉം 6ഉം 1ഉം 3ഉം 5ഉം അല്ലേ? 9 1 10 അല്ലേ? ഇവിടെ 10 10 20, 6 5 11, 20 11 31. ഓപ്ഷൻ ഡി 31. വേണ്ട, വെരി സിമ്പിൾ. അടുത്ത ചോദ്യം. An accurate clock shows 8 o'clock in the morning. ഒരു ക്ലോക്ക് രാവിലെ 8 മണി എന്ന സമയം കാണിക്കുന്നു. Through how many degrees will the hour hand rotate when the clock shows 2 o'clock in the afternoon? അപ്പോൾ ഒരു ക്ലോക്ക് വരയ്ക്കണം. ഇനി വട്ടം വരയ്ക്കുന്നൊക്കെയാ പാട്. ആഹാ, ഇതിൻ്റെ കേന്ദ്രം 12, 6, 3, 9, 1, 2, 4, 5, 6 അല്ല 7, 8, 10, 11. സമ്മതിക്കണം തന്നെ. ഇനി എത്ര മണിയാണ് നമുക്ക് മാർക്ക് ചെയ്യണ്ടേ? 2 മണി. അപ്പം 12, 6, 3, 9. 2 അല്ലല്ലോ ആദ്യം പറയുന്നത്. രാവിലെ 8 മണി. 8 മണി എന്ന് പറയുമ്പം ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. 8 മണി ഇങ്ങനെ. പിന്നെ ഉച്ചയ്ക്ക് 2 മണി. മണിക്കൂർ സൂചിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അല്ലാതെ മിനിറ്റ് സൂചിയും കൂടെ നിങ്ങൾ അത് ആ കോണളവല്ല, അത് വേറെ. മറ്റേ 30h - 11/2 അത് വേറെ, ഇത് വേറെ. അപ്പോൾ ഈ 8 മണിക്ക് ഇങ്ങനെ നിന്ന സാധനം ഉച്ചയ്ക്ക് 2 മണിക്ക് 2 മണിയാകുമ്പോൾ ഇത് 1 ഇത് 2 ഇങ്ങനെ നിൽക്കത്തില്ലേ? അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. 8 ഈ 8ന് നേരെ ഓപ്പോസിറ്റ് അല്ലേ 2? നേരെ ഓപ്പോസിറ്റ് അല്ലേ 8? ഇപ്പം ഞാൻ വരച്ചത് കൊണ്ടായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ ഒടിവ് അവിടെ ഉള്ളത്. ശരിക്കും നോക്കിയാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഡി.
അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. ഈ ചോദ്യം ഇതേപോലെ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു ഷോർട്സിൽ ഈ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. എഡിറ്റിംഗ് സമയത്ത് ഓർക്കുവാണെങ്കിൽ ഞാനത് ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് ഒന്ന് കാണിച്ചേക്കാം. നോക്കാം. സോ ഇറ്റ് ടേക്സ് 8 seconds ഫോർ എ ക്ലോക്ക് ടു സ്ട്രൈക്ക് 5. കാരണം മലയാളത്തിൽ ചോദിക്കുകയാണ്, ഒരു ക്ലോക്ക് 5 മണി എടുക്കാൻ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് സമയം എടുക്കും. അപ്പോൾ 5 മണി അടിക്കുക എന്ന് പറയുമ്പോൾ 1 2 3 4 5. അപ്പോൾ ഈ ആദ്യത്തെ അടി അടിച്ചതാ ഇവിടെ ആണ് 1 സെക്കൻഡ് ഗ്യാപ്പ് വരിക. ഇതാണ് 1 സെക്കൻഡ് ഗ്യാപ്പ്. ഇത് 2 സെക്കൻഡ്, ഇത് 3 സെക്കൻഡ്, ഇത് 4 സെക്കൻഡ് അല്ലേ? ഒരു മണി അടിച്ചു, 1 സെക്കൻഡ് കഴിഞ്ഞ് അല്ലേ അടുത്തത് അടിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് എത്ര സെക്കൻഡ് ഉണ്ട്? 4 സെക്കൻഡ്. അപ്പം 4 സെക്കൻഡ് സമയം കൊണ്ടാണ് 4 സെക്കൻഡ് അല്ല, ഇറ്റ് ടേക്സ് 8 സെക്കൻഡ്സ്. 8 സെക്കൻഡ് എടുത്തെന്നാണ് പറയുന്നത്. അപ്പം 4 സെക്കൻഡ് അല്ല, 8 സെക്കൻഡ് എടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് ഒരടിക്ക് ഒരു ഗ്യാപ്പ്, 2 3 4. അപ്പോൾ ഈ 4 ഇൻ്റർവെൽ അല്ലേ വന്നത്? അപ്പോൾ ഈ 4 ഇൻ്റർവെല്ലിനാണ് എത്ര സെക്കൻഡ് എടുത്തത്? 8 സെക്കൻഡ് എടുത്തത്. നമുക്കിപ്പോൾ 10 അടി അടിക്കണം. 10 അടി അടിക്കണമെങ്കിൽ ഇപ്പം 5 അടി എന്ന് പറയുമ്പോൾ 4 ഇൻ്റർവെല്ലാണ് വന്നത്. 5 അടി അടിച്ചപ്പം 4 ഇൻ്റർവെല്ലാണ് വന്നത്. അപ്പോൾ 10 അടിക്കുമ്പോൾ എത്ര ആയിരിക്കും? വേണമെങ്കിൽ നിങ്ങൾക്ക് അതും വരച്ച് നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഒരു കാര്യമില്ല, അതിൻ്റെ ഇടയ്ക്ക് എത്ര ഗ്യാപ്പ് വരുമോ നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8 9 9 ഗ്യാപ്പ് വരും. സോ 9ന് എത്ര ആയിരിക്കും? 4ന് 8 ആണെങ്കിൽ 9ന് 18 ആയിരിക്കും. കാരണം 4ൻ്റെ ഇരട്ടി 8, അപ്പോൾ 9ൻ്റെ ഇരട്ടി 18. ഓപ്ഷൻ സി. വെരി സിമ്പിൾ. ഇത്രേ ഉള്ളൂ മക്കളെ. 5 അടിയാണോ അടിക്കുന്നത്? 5 അടി അടിക്കാൻ 8 സെക്കൻഡ്. 5 മണി അടിക്കാൻ 8 സെക്കൻഡ് വേണം. 5 മണി എന്ന് പറയുമ്പോൾ 1 മണി കുറയ്ക്കുക, 4. 4ന് 8 അടിക്കേണ്ടത് എത്രയാണ്? 10 അടിക്കണ്ടേ. 10 അടിക്കണമെങ്കിൽ 10ൽ നിന്ന് 1 കുറയ്ക്കുക, 9. 4ന് 8 ആണെങ്കിൽ 9ന് 18 ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. വെരി സിമ്പിൾ. ഇത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഇഫ് യു ആർ ഓൺ ദ 9th person ഫ്രം എയ്തർ എൻഡ് ഓഫ് എ ക്യൂ, ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ദ ക്യൂ? അപ്പൊ നോക്കിക്കേ, 1 2 3 4 5 പേര് നിപ്പുണ്ട്. ഈ ചെറുക്കനെ നോക്കുക. ഇവൻ പുറകിൽ നിന്ന് നോക്കിയാൽ എത്ര ആയിരിക്കും? 1 2 മൂന്നാമതായിരിക്കും. മുന്നിൽ നിന്ന് നോക്കിയാൽ എത്ര ആയിരിക്കും? മൂന്നാമതായിരിക്കും. അപ്പം മുന്നിൽ നിന്ന് മൂന്നാമത്, പുറകിൽ നിന്ന് മൂന്നാമത്, 3ഉം 3ഉം കൂടെ കൂട്ടി 6 എന്ന് ഒരിക്കലും പറയരുത്. എണ്ണി നോക്കിക്ക് എത്ര പേരുണ്ട് അവിടെ? 1 2 3 4 5. അപ്പം നമുക്കിവിടെ 6 വന്നത് നമ്മൾ ഈ ക്ലാപ്പനെ ഇവനെ നമ്മൾ 2 പ്രാവശ്യം എണ്ണിയത് കൊണ്ടാണ്. കാരണം മുമ്പിൽ നിന്ന് പറഞ്ഞപ്പോഴും പുറകിൽ നിന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഇവനെ എണ്ണിയത് കൊണ്ടാണ്. അങ്ങനെ എണ്ണേണ്ട ആവശ്യമില്ല, അവൻ ഒരുത്തനല്ലേ ഉള്ളൂ. അപ്പോൾ കൂട്ടി കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 1 കുറച്ചാൽ മതി. സോ 6 - 1 5. അപ്പോൾ അതേപോലെ ഇവിടെ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് 9ാമതാണ്, ബാക്കിൽ നിന്ന് 9ാമതാണ്. സോ 9 9 18. എന്ത് ചെയ്യണം? നിങ്ങളെ 2 പ്രാവശ്യം എണ്ണി. മുമ്പിൽ നിന്ന് എണ്ണിയപ്പോഴും വന്നു, പുറകിൽ നിന്ന് എണ്ണിയപ്പോഴും വന്നു. അതങ്ങ് കുറച്ചേക്കണം. എത്ര കിട്ടും? 17. അത്രേ ഉള്ളൂ. സോ മുമ്പിൽ നിന്നും പുറകിൽ നിന്നും എക്സാമത്തേതാണ്. മുമ്പിൽ നിന്നും പുറകിൽ നിന്നും എക്സ് പൊസിഷനിലാണെങ്കിൽ 2x - 1. ഇരട്ടിയിൽ നിന്ന് 1 കുറച്ചാൽ മതി. 9ൻ്റെ ഇരട്ടി 18, 18ൽ നിന്ന് 1 കുറച്ചാൽ 17. വെരി സിമ്പിൾ. അടുത്ത ചോദ്യം എന്താണ്? ഇഫ് യു റൈറ്റ് ഡൗൺ ദ ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്, ഹൗ മെനി ടൈംസ് 8 വിൽ ബി റിപ്പീറ്റഡ്? നിങ്ങൾ 1 മുതൽ 10 വരെ എഴുതുന്നു. അതിനകത്തിൽ 8 ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. 10 മുതൽ 20 വരെ എഴുതുന്നു. അതിനകത്തൊരു എക്സ് ഒരു പ്രാവശ്യം, 8 ഒരു പ്രാവശ്യമേ ഉള്ളൂ. 20 മുതൽ 30 വരെ എഴുതുന്നു. അപ്പോൾ ഈ 1 മുതൽ 8 വരെ എഴുതുമ്പോൾ 8. 10 മുതൽ 20 വരെ എഴുതുമ്പോൾ 18. പിന്നെ 20 മുതൽ 30 വരെ എഴുതുമ്പോഴും ഒരു പ്രാവശ്യം, 28. പിന്നെ 30 മുതൽ 40 വരെ എഴുതുന്നു. അവിടെ ഒരെണ്ണം, ഏതാ? 38 അല്ലേ? പിന്നെ 40 മുതൽ 50 വരെ എഴുതുന്നു. അവിടെയും 1, 48. പിന്നെ 50 മുതൽ 60 വരെ എഴുതുന്നു. അവിടെയും 58. പിന്നെ 60 മുതൽ 70 വരെ എഴുതുന്നു. അവിടെയും 1. പിന്നെ 70 മുതൽ 80 വരെ എഴുതുന്നു. അവിടെയും 1. പിന്നെ 80 മുതൽ 90 വരെ എഴുതുന്നു. ഇതിവിടെ 78 വരേണ്ടത്. 80 മുതൽ 90 വരെ എഴുതുമ്പോൾ ചറവറ വരും. 80, 81, 82, 83, 84, 85, 86, 87, 88. 90-നകത്തുണ്ടോ? ഇല്ല. പക്ഷേ 88-നകത്ത് ഈ 2 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ട്? 10 എണ്ണം ഉണ്ട് ഇവിടെ. പിന്നെ 90 മുതൽ 100 വരെ എഴുതുമ്പോൾ അവിടെ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. അതായത് 98-നകത്തിൽ ഒരെണ്ണം. അപ്പോൾ എത്ര 8 ആയി? 1 2 3 4 5 6 7 8 9.
അല്ല 1 2 3 4 5 6 7 8 9 അല്ല 80 മുതൽ 81 വരെ എഴുതുമ്പോൾ 11 എണ്ണം വരത്തില്ലേ? 80 81 82 83 84 85 86 87 88 89 10ആയി. പിന്നെ ഒന്നുകൂടെ വരും 11. അതാണ് 11 എണ്ണം വരും. അപ്പോൾ മൊത്തം എത്ര? 1 2 3 4 5 6 7 8 9 11. സോ 11 9 20. ഇത് എല്ലാ സംഖ്യകൾക്കും ബാധകമാണ് കേട്ടോ. 7 എത്ര ഉണ്ടെന്ന് ചോദിച്ചാലോ 6 എത്ര ഉണ്ടെന്ന് ചോദിച്ചാലോ 1 എത്ര ചോദിച്ചാലോ എല്ലാം എത്ര ആയിരിക്കും? 20 ആയിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം ഫൈൻഡ് ദി ഓഡ് മാൻ ഔട്ട്. ഇത് ഒരു രസകരമായ ചോദ്യമാണ്. അതായത് ഈ സംഖ്യകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഇതിൻ്റെ എല്ലാ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടും. ഇപ്പം നിങ്ങൾ 253 എടുത്തേ, 3 2 5 5 10. 136 എടുത്തേ, 6 3 9 1 10. 352 എടുത്തേ, 3 2 5 5 10. 460 എടുത്തേ, 4 6 0 കൂടെ കൂട്ടിയാൽ 10. പക്ഷേ ഈ ഗ്രൂപ്പിന് പേര് ദോഷമാണ് 324. കാരണം എന്താ? 3 + 2 + 4. നോക്കിക്കേ, 3 2 5 4 9 കിട്ടത്തില്ല. ആ സമയത്ത് നോക്കിക്കേ 6 3 9 1 10. ഇത് നോക്കിക്കേ 4 4 8 2 10. അപ്പോൾ ഇവർക്കെല്ലാം ഓക്കെയാണ്. എത്ര? 324. അപ്പോൾ 324 ആ കൂട്ടത്തിൽ ചേരത്തില്ല. സോ ആൻസർ 324. അടുത്ത ചോദ്യം നോക്കാം. യെസ്, ഈ ക്വസ്റ്റ്യൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ വാല്യൂ പോലും മാറ്റാതെ നമ്മൾ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിനകത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ഒന്ന് സെർച്ച് ചെയ്യുക. അവിടെ അതിൻ്റെ ബേസ് ക്ലാസ്സിൽ ഈ ചോദ്യം നമ്മൾ ഇതേപോലെ തന്നെ അപ്ലോഡ് ആ ഒരു PPT-യിലുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതെല്ലാം മുൻവർഷങ്ങളിലെ ചോദ്യങ്ങളാണ്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പ്രാക്ടീസ് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, 1/4 ഓഫ് എ ടാങ്ക് ഹോൾസ് 135 ലിറ്റർ. ഒരു ടാങ്കിൻ്റെ 4/1 ഭാഗം 135 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ ടാങ്കിൻ്റെ ഫുൾ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ടാങ്കിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫുൾ ടാങ്ക് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 135 × 4 ആയിരിക്കും. 135 × 4 നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അല്ല അതിനെ 135 × 4 എന്ന് തന്നെ എടുത്താലും മതി. ഇത് മൾട്ടിപ്ലൈ വലിയ പാടൊന്നുമില്ല. 135ൻ്റെ ഇരട്ടി 270, 270ൻ്റെ ഇരട്ടി 540. ഓക്കെ, ഈ 540-നകത്തിൽ വാട്ട് പാർട്ട് ഓഫ് ദ ടാങ്ക് ഈസ് ഫുൾ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് 180 liters ഓഫ് വാട്ടർ. അപ്പോൾ ഈ 540-ൽ 180 വന്നാൽ ഏത് പാർട്ട്, എത്ര ഭാഗമാകും, ഏത് ഫ്രാക്ഷൻ ആകുമെന്നാണ് ചോദ്യം. അപ്പോൾ 180/540, 18/54. 18/54 3 പ്രാവശ്യം 1/3 എന്ന് കിട്ടും. യെസ്, ഓപ്ഷൻ ബി 1/3. യെസ്. അടുത്ത ചോദ്യം ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്. ഇത് നോക്കിക്കേ, 1 6 13 24 41 ക്വസ്റ്റ്യൻ മാർക്ക്. എളുപ്പമല്ലേ മക്കളെ? 1ഉം 6ഉം എത്ര കൂടി? 5 കൂടി. 6ഉം 13ഉം എത്ര കൂടി? 7 കൂടി. 13ഉം 24ഉം എത്ര കൂടി? 11 കൂടി. 24ഉം 41ഉം എത്ര കൂടി? 17 കൂടി. അപ്പം ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക്? 5ഉം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടിയോ? അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്ക്. 5ഉം 2ഉം 7, 7ഉം 4ഉം 11, 11ഉം 6ഉം 17. അപ്പോൾ 2 4 6. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും? 8 അല്ലേ? 17ൻ്റെ കൂടെ 8 കൂട്ടിയാൽ എത്ര കിട്ടും? 25. സോ ആൻസർ എത്ര ആയിരിക്കും? 41 + 25. 41 25 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും നമുക്ക്? 66. 66 എന്ന് കിട്ടും. ഓപ്ഷൻ സി 66 എന്ന് കിട്ടും. 66 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഒരു അല്പം ആലോചിക്കേണ്ടതായിട്ടുള്ള 1-2 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ ചോദ്യങ്ങളും വളരെ എളുപ്പമായിരുന്നു. സോ ഒരല്പം ശ്രദ്ധിച്ചൊക്കെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ആൻസർ ചെയ്യുകയായിരുന്നെങ്കിൽ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു. സോ നല്ലൊരു പരീക്ഷയായിരുന്നു. നല്ല കുറച്ച് ചോദ്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓരോ പരീക്ഷകളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെ എത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ സ്നേഹിക്കുന്നു, അല്ലെ അതിനെ എത്രത്തോളം അതിനുവേണ്ടി ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നു, അത്രയും നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയും
പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും നിങ്ങൾക്കത് നല്ലതായിട്ടേ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു സോ മച്ച്.